മനസ്സിൽ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം ഇപ്പം തന്നെ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് പഠിക്കണം, കോളേജിൽ അറ്റൻഡൻസ് പോവും, ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇപ്പം തന്നെ മനസ്സിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എനിക്കെല്ലാം അറിഞ്ഞിരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഇതിലേക്ക് പോകാനൊരു ആഗ്രഹം വരും എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അന്ന് ചേട്ടാ ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കിട്ടുന്നത് ദ ബെസ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എനിക്ക് കോളേജിലാണെങ്കിലും എക്സലൻ്റ് ആണ് കോളേജിലെ ഈ കോളേജ് ഈ കോഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഭയങ്കര ഫേമസ് ആണ്. അതോടൊപ്പം തന്നെ അവിടെ ഞാൻ തിയററ്റിക്കലി പഠിക്കുന്നത് എനിക്കിവിടെ കൺമുമ്പിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തികച്ചും ഫ്രീ ആയിട്ട് ഞാൻ കാണുവാണ്. അപ്പം എനിക്ക് ദ ബെസ്റ്റ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രയോജനവും ഞാൻ അത് യൂസ് ചെയ്യും. അവിടെ പഠിച്ചിട്ട് എങ്ങനെയൊക്കെ എനിക്കിവിടെ ഞാൻ എല്ലാവരോടും ഒത്തിരി ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതെന്തിനാ. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാം അറിഞ്ഞിരിക്കും. എന്തെങ്കിലും ഒരു ദിവസം എനിക്കൊരു ആഗ്രഹം തോന്നുവാണ് ഒരു സിനിമ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ പീപ്പിൾ ബിഹൈൻഡ് ദ ക്യാമറയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ശരിക്കും ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവീസ് കൂടി വരുന്നുണ്ട് എല്ലാ ഭാഷയിലും. ഇപ്പം മലയാളത്തിൽ മഞ്ജു ചേച്ചി അഭിനയിച്ച ഹൗ ഓൾഡ് ആർ യു, പിന്നെ നസ്രിയയുടെ ഓം ശാന്തി ഓശാന, ഹിന്ദിയിൽ ക്വീൻ, കഹാനി, തമിഴിൽ എങ്കെ എൻ അൻപെ. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി വരുന്നുണ്ട്. ആൻഡ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവീസ് മിക്കതും സൂപ്പർ ഹിറ്റാണ്. ആൾക്കാർ വല്ലാത്തൊരു രീതിയിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു ഹീറോ, ഒരു ഭയങ്കര ഹീറോയുടെ മൂവിക്ക് പോകുന്ന പോലെ തന്നെ ആൾക്കാർ പോയി അക്സെപ്റ്റ് ചെയ്ത് അതിങ്ങനെ ഓടുക തിയേറ്ററിൽ. അപ്പോൾ എല്ലാത്തരം സിനിമയും നമുക്ക് തീർച്ചയായിട്ടും വേണം. അത് മെയിൽ ഓറിയൻറ്റഡ് ആയാലും ശരി, ഫീമെയിൽ ഓറിയൻറ്റഡ് ആയാലും ശരി, ഒരു ചൈൽഡ് ഓറിയൻറ്റഡ് ആയാലും ശരി, ഒരു ആനിമൽ ഓറിയൻറ്റഡ് ആയാലും ശരി, സിനിമ നല്ലതായിരിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അത് ഫീമെയിൽ ആവണം മെയിൽ ആവണം എന്നൊന്നുമില്ല. കാരണം സിനിമ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാവണം. അത് പ്രേക്ഷകർക്ക് പ്രയോജനം ഉണ്ടാവണം, ഓഡിയൻസിന് പ്രയോജനം ഉണ്ടാവണം, അതിൽ അഭിനയിച്ചവർക്ക് പ്രയോജനം ഉണ്ടാവണം, ഇൻഡസ്ട്രിക്ക് പ്രയോജനം ഉണ്ടാവണം. അപ്പോൾ പ്രയോജനം ഉണ്ടായിട്ട് അവസാനം അത് മെയിൽ ഓറിയൻറ്റഡ് ആയാലും ഫീമെയിൽ, പിന്നെ ഒബ്വിയസ്ലി ഞാനൊരു ഗേൾ ആയതുകൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അത് ഒത്തിരി നമുക്ക് ഫീമെയിൽസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവരുടെ തോട്ട് പ്രോസസ്സും നമ്മുടെ തോട്ട് പ്രോസസ്സും ഒന്നായിരിക്കും. പിന്നെ ഇപ്പോൾ കൂടി വരുമല്ലോ. അപ്പോൾ ഇനി പോകുന്തോറും കൂടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ ആക്റ്റീവാണ് സോഷ്യൽ നെറ്റ്വർക്ക്സിൽ. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കാലമായിട്ട് വളരെയധികം സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി ഒരു 99% ഞാൻ ഗുണമാണ് കാണുന്നത്. പിന്നെ ഒരു 1% പ്രശ്നങ്ങൾ അവിടെ ഇവിടെ കാണും. അപ്പം മിസ്യൂസ് ഉണ്ടെന്ന് വെച്ച് നമുക്ക് ഒരിക്കലും യൂസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സോഷ്യൽ നെറ്റ്വർക്ക് നമുക്ക് തരുന്ന സഹായം, നമുക്ക് എന്ത് റീച്ചാണ് ആൾക്കാരിലേക്ക്. ഇപ്പോൾ ദ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ സ്റ്റീവ് ലോപ്പസ് തന്നെ എന്തുമാത്രം പ്രൊമോഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലായാലും ശരി, യൂട്യൂബിലായാലും ശരി, ഈവൻ വാട്സാപ്പ്, നമ്മുടെ ഫോണിലൂടെ തന്നെ അതിൻ്റെ റീച്ച്, അത് എന്തുമാത്രം ആൾക്കാരിലേക്ക് എത്തുന്നത്, അത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അപ്പം കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് ലോകത്തിൽ കിട്ടിയിട്ടുള്ളൊരു ഭയങ്കര ഒരു ഇൻവെൻഷനാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്ക്സ് എല്ലാം അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ്, ലൈക്ക് നമ്മൾ കണക്റ്റഡ് ആണ് വേൾഡുമായിട്ട്. ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലും ഒരു കടയിൽ ഇപ്പോൾ ഡ്രസ്സ് വാങ്ങണം, എനിക്ക് കൺഫ്യൂഷൻ ആയി ഇത് വാങ്ങണം, അപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കാം. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. അതിനെ നമ്മളൊരു ഗുണമില്ലാത്ത കാര്യമായിട്ട് കാണുന്നതിനെക്കാട്ടിലും ഒരു ബ്ലെസ്സിങ് ആയിട്ട് കണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് സാറ്റലൈറ്റ് നിർത്തി വെച്ചിരുന്നല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മളുടെ പണ്ടൊരു ഗോൾഡൻ ഈറ ഉണ്ടായിരുന്നു. വേറെ നമുക്ക് പണ്ടത്തെ സിനിമകളെ കണ്ടാൽ നമ്മൾ സത്യം പറഞ്ഞാൽ വി ഫോൾ ഇൻ ലവ് വിത്ത് ഇറ്റ്. ഒരു കാലത്തൊരു സിനിമ സത്യം പറഞ്ഞാൽ ഗോൾഡൻ ഈറ ഒക്കെ പോലെ നമുക്കിങ്ങനെ സിനിമയിലെ എല്ലാ എലിമെൻസും കാണും. കോമഡി കാണും, ട്രാജഡി കാണും, റൊമാൻസ് കാണും, ആക്ഷൻ കാണും, എല്ലാം കാണും. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സിനിമയുടെ ക്വാളിറ്റി താഴെ വന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഐ തിങ്ക് മലയാളം ഇൻഡസ്ട്രി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി. എനിക്ക് ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. ആൾക്കാർ മലയാളമാണല്ലേ അഭിനയിക്കുന്നത്, മലയാള സിനിമേൻ്റെ ക്ലാസ് ഒരു രക്ഷയില്ല. ഇപ്പോൾ എല്ലാവരും എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ്, ഇത് രണ്ടും, ദൃശ്യം, എല്ലാവരും ഇങ്ങനെ അവിടെ തന്നെ എല്ലാവരുടെയും സംസാരത്തിൻ്റെ ടോപ്പിക്കാണ് ബാംഗ്ലൂർ ഡേയ്സ് കണ്ടോ, ദൃശ്യം കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം എല്ലാവരും ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ മലയാളം ഇൻഡസ്ട്രി ഒരു രക്ഷയില്ല, ഭയങ്കര ക്ലാസി മൂവീസാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും പണ്ടത്തെ ആ ഗോൾഡൻ ഇറയിലേക്ക് നമ്മൾ അതിനെ വീണ്ടും റീറ്റെയിൻ ചെയ്ത് അതിനെ കൊണ്ടുവരുവാണെന്ന് തോന്നുന്നു. അതെ, ലാംഗ്വേജ് എനിക്കൊരു ബാരിയർ അല്ല. ഇപ്പോൾ ഞാൻ തമിഴ് മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ തമിഴ് സംസാരിക്കാറുണ്ട്. പിന്നെ ഹിന്ദി കുഴപ്പമില്ല, തെലുങ്കും കുഴപ്പമില്ലാതെ എനിക്ക് അറിയാൻ മനസ്സിലാവും. അതുകൊണ്ട് ലാംഗ്വേജ് എനിക്ക് ഒരിക്കലും ഒരു ബാരിയർ അല്ല. എനിക്ക് പുതിയ ലാംഗ്വേജസ് സംസാരിക്കാനും പഠിക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാണ്. അപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എനിക്ക് വീട് പോലെയാണ്. കാരണം എൻ്റെ അച്ഛനൊക്കെ എന്തുമാത്രം
കൊടുത്തിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അച്ഛൻ എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ടേ സംസാരിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി, എനിക്ക് വീട് പോലൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. സിനിമയ്ക്ക് ഭാഷ നമ്മളൊരു ക്രൈറ്റീരിയയോ ബാരിയറോ ആയിട്ട് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പം മറ്റു ഭാഷയിൽ നിന്നും ഒരു നല്ല ഓഫർ വരുവാണെങ്കിൽ, ഒരു നല്ല സിനിമ വരുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യും. കാരണം മലയാളം ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ നമ്മൾ എല്ലാ ഭാഷ സിനിമയും കാണും. നമുക്ക് ഏത് ഭാഷയാണെങ്കിലും നമുക്കതൊരു ഏലിയൻ ഭാഷയായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഹിന്ദിയും തമിഴും എല്ലാം നമ്മൾ കാണും. അപ്പം ഇപ്പം നമ്മളൊരു അന്യഭാഷ ചിത്രത്തിൽ പോയാലും അതിൻ്റെ മേജർ ഓഡിയൻസ് മലയാളീസ് തന്നെയായിരിക്കും. പക്ഷേ എന്നും വെച്ച് അക്കരെ പച്ചയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ഇവിടെ നിന്നിട്ട് അത് കൊള്ളാം, അവിടെ നിൽക്കുമ്പോൾ ഇത് കൊള്ളാം. അപ്പോൾ നല്ലത് വന്നാൽ ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഇനി ഇത് മതി എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നൊന്നുമില്ല. നല്ല സിനിമകൾ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. ഭാഷ എനിക്കൊരു പ്രശ്നമല്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജനറേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയല്ല ഇത് എല്ലാവർക്കും ആസ് എ ഫാമിലി, ഏത് ജനറേഷൻ, വീട്ടിൽ ഫുൾ ഫാമിലി, അപ്പൂപ്പനും അമ്മൂമ്മയും തൊട്ട് ഏറ്റവും കൊച്ചു കുട്ടികൾ വരെ പോയി കാണാവുന്ന ഒരു സിനിമയാണ് ഞാൻ സ്റ്റീവ് ലൂപ്പസ്. കാരണം ഇതൊരു പെർട്ടിക്കുലർ ക്രൗഡിനെ ടാർഗറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയല്ല. ഇതിൻ്റെ എൻറ്റയർ ടീം തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ സ്റ്റീവ് ലൂപ്പസ്. അപ്പോൾ ഇതിൻ്റെ ജോണർ പറയാൻ പറ്റത്തില്ല. ഫർഹാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയാം, ഒരു ജോണർ പറയാൻ പറ്റില്ല. കാരണം ലവിൻ്റെ എലിമെൻറ്റ്സ് ഉണ്ട് എന്നാൽ ഒരു ലവ് സ്റ്റോറി അല്ല, ത്രില്ലിംഗ് എലിമെൻറ്റ്സ് ഉണ്ട് എന്നാൽ ത്രില്ലർ അല്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മൂവി അല്ല, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എന്നാൽ ഒരു കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു സിനിമയോ അല്ല. അപ്പോൾ ഇതിനൊരു ജോണർ പറയാൻ പറ്റാത്തതുപോലെ ഇതിനെ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എൻറ്റയർ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ സിനിമ എന്ന് വെച്ചാൽ എല്ലാവർക്കും പോയി കാണാൻ പറ്റണം, അല്ലാതെ അവർ വരണ്ട ഇവർ വരണ്ട നമുക്ക് മാത്രം പോയി കാണാം, അതിലൊരു ഇതില്ലല്ലോ. സിനിമ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഫാമിലിയായിട്ട് സന്തോഷത്തോടെ പോയി കാണാൻ പറ്റുന്നതായിരിക്കണം. ഞാൻ സ്റ്റീവ് ലൂപ്പസ് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഈ സിനിമ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ പണ്ടൊക്കെ ഇങ്ങനെ സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഷോട്ട് എടുക്കുന്ന സമയമൊന്നും അധികം അവിടെ അങ്ങനെ നിൽക്കാറില്ല, എൻ്റെ വേറെ എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ ഇതിൽ വന്നിട്ടാണ് ഞാൻ ശരിക്കും എന്താണ് ഒരു ബിഹൈൻഡ് ദ ക്യാമറ നടക്കുന്നതെന്ന് അറിഞ്ഞത്. എന്ത് മാത്രം ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റിയും ഹാർഡ് വർക്കും ഒരു സിനിമയ്ക്ക് പിന്നിലുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുവാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ അങ്ങ് പറയും കൊള്ളത്തില്ല. പറ്റിയ 2-3 ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പോകല്ലേ കൊള്ളത്തില്ല. പക്ഷേ സത്യത്തിൽ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ ഒത്തിരി റിഗ്രറ്റ് ചെയ്തു. പണ്ടൊക്കെ ഞാൻ എളുപ്പമായിട്ട് ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തുമാത്രം ആൾക്കാരുടെ അവർ എത്രയോ ഉറങ്ങാതെ എത്രയോ രാത്രികൾ പോകുന്നു, അത്രയും ആലോചിച്ചിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇനിയൊരു സിനിമ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല ഞാൻ പറയത്തില്ല. ഞാൻ കണ്ടു എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, അല്ലാതെ ഒരിക്കലും ഞാൻ വെച്ചടിച്ച പോലെ പറയത്തില്ല സിനിമ കൊള്ളത്തില്ല. കാരണം ഒരു സിനിമയ്ക്ക് പിന്നിലുണ്ടാവുന്ന പ്രയത്നം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, ഒത്തിരി ഹാർഡ് വർക്കും ആണ്.